മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലീഗ് നമ്മുടെ നാടിന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുക. കോൺഗ്രസിനെ പോലും അവർ വരച്ച വരയിൽ നിർത്തുക. ഏത് പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെ. പാണക്കാട് തങ്ങന്മാരൊക്കെ എങ്ങനെ ഇടപെട്ടിട്ടാണ് സതീശൻ വന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ. കോൺഗ്രസിന്റെ KPCC ഉപാധ്യക്ഷനെ പോലും ലീഗ് പ്രവർത്തകർ പോലും ഭീഷണിപ്പെടുത്തുക. നിങ്ങൾ നോട്ട് നോക്കൂ. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഇവിടെ UDF ഇല്ല കേരളത്തിൽ. ചിലപ്പോ ഒറ്റ സീറ്റ് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല ലീഗില്ലാതെ. ലീഗ് ഇടപെടും, ലീഗ് 1000 പെട്ട് ഇടപെടും. ലീഗ് ഇല്ലെങ്കിൽ കേരളത്തിലെ ഒരു സീറ്റിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ആ വർത്താനം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ലീഗിനെ പേടിപ്പിക്കാൻ പറ്റാത്ത ആൺകുട്ടികളൊന്നും കോൺഗ്രസിൽ ജനിച്ചിട്ടില്ല. ഇത് ജനിക്കട്ടെ. നിങ്ങൾ കേട്ടില്ലേ? കോൺഗ്രസിന്, അതായത് സ്വന്തം മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ ലീഗ് പ്രവർത്തകർ പോലും ചോദ്യം ചെയ്യുകയാണ്, വരച്ച വരയിൽ നിർത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയണം. കോൺഗ്രസിനെ പോലും അവർ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ആ മത പാർട്ടിയാണ് SNDP നേതാവിനെതിരെ, വെള്ളാപ്പള്ളി നടേശനെതിരെ, സുകുമാരൻ നായർക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട്, പച്ചത്തെറിവിളികൾ നടത്തിക്കൊണ്ട്, കോലം കത്തിച്ചുകൊണ്ട് ലീഗ് രംഗത്തെത്തിയത്. അതൊരു സ്ഥലത്താണോ? ഇടുക്കിയില്, വയനാട്ടില്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ കേരളം LDF ഭരിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗ് പ്രവർത്തകരും രംഗത്തിറങ്ങിയ, തെരുവിലിറങ്ങി എന്തെങ്കിലും വിളിച്ചു പറയലോ കോലം കത്തിക്കലോ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ UDF അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ആ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ലീഗ് ഇപ്പൊ തെരുവിലാണ്. ഒരു മതപാർട്ടിയാണ് ലീഗ്. അവരാണ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മത നേതാക്കന്മാർക്കെതിരെ, ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്കെതിരെ ലീഗ് തോന്നിയത് പറയും. വെള്ളാപ്പള്ളി നടേശനെതിരെ, സുകുമാരൻ നായർക്കെതിരെ അവരെ കോലം കത്തിക്കുക, ഇടുക്കിയിൽ വയനാട്ടിൽ കത്തിക്കുക. ലീഗല്ലേ ഈ പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുള്ളത്? മലയാളികൾ ഒന്നടങ്കം ചിന്തിച്ചു നോക്കൂ. UDF അധികാരത്തിലേക്ക് വരുന്നതിന്റെ തൊട്ടു പിന്നാലെ സതീശനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കിയതാണ് എന്നുള്ളതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. പാണക്കാട് ഈ സംവിധാനങ്ങൾ ഒന്നടങ്കം രംഗത്തിറങ്ങി നിരന്തരം ഓരോ സമയത്തും മാധ്യമങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ തീരുമാനിക്കും, ഇനി ഹൈക്കമാൻഡ് വിളിച്ചാൽ എന്തു പറയണമെന്ന്. അത്തരത്തിൽ വലിയ ഭീഷണിക്കൊടുവിലാണ് സതീശൻ മുഖ്യമന്ത്രി ആയത് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യം. ഇതിന്റെയൊക്കെ അഹങ്കാരത്തിൽ ലീഗ് എന്തൊക്കെയാ നമ്മുടെ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത്. ഇതിന് പകരമായിട്ട് ഇപ്പോ SNDP രംഗത്തെത്തിയിട്ടുണ്ട്, തെരുവിലിറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കോലം കത്തിച്ചിരിക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതിന് പകരമായിട്ട് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കോലവും തിരിച്ചു കത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ സമാധാനമല്ല വേണ്ടത്. UDF അധികാരത്തിലെത്തി മുസ്ലിം ലീഗിന്റെ നെറുകേട് കാരണമല്ലേ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ തെരുവിൽ കാണുന്നത്? ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് ഒരേ സ്വരത്തിൽ ഉയർത്തേണ്ടത് തന്നെയാ. UDF അധികാരത്തിലെത്തി ലീഗ് അതിന്റെ തോന്നിവാസങ്ങൾ ചെയ്തു തുടങ്ങി. ലീഗിന് തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ലീഗ് ഒരു മതപാർട്ടിയല്ലേ? ആ മതപാർട്ടി മറ്റൊരു മതത്തിന്റെ 2 നേതാക്കന്മാർക്കെതിരെ തെരുവിലിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ SNDPയുടെ ഭാഗമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു. ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള, കഴിവുള്ള ചെറുപ്പക്കാരടങ്ങുന്ന, വനിതകളടങ്ങുന്ന, ശ്രീനാരായണീയരടങ്ങുന്ന മുഴുവൻ പേരും അതിന് തയ്യാറാകും. ഒരു കാരണവശാലും ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, വർഗീയതയെ വെച്ചുപോലും പൊറപ്പിക്കില്ല എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് മുഖ്യമന്ത്രി ബഹുമാനായ VD സതീശൻ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. വർഗീയതയ്ക്ക് ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് പറയുന്നയാള് ഈ വർഗീയപരമായിട്ടുള്ള ഈ കൽപ്പനകൾ കേട്ടിട്ട് യാതൊരുവിധ നടപടികളും എടുക്കാതെ, ഒരു കേസ് പോലും എടുക്കാൻ പോലീസുകാർക്ക് അനുമതി കൊടുക്കാതെ ആ വർഗീയത മൂടി വെക്കുന്ന തരത്തിലേക്ക്, എന്നിട്ടും പറയുന്നത് അവരാണ് ഞങ്ങളുടെ ശക്തി, അവരെ ഞങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ? ഈ പ്രതിഷേധത്തിലും വ്യക്തമായിട്ട് SNDP നേതാവ് വ്യക്തമായിട്ട് എടുത്തു പറയാ, കേരളത്തിലൊരു ഭരണ സംവിധാനം വന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു വർഗീയതയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന്. എന്നിട്ട് എന്തേ ലീഗ് കാട്ടിക്കൂട്ടുന്നത് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയാ. അത് ലീഗിൻ്റെത് ഈ മുഖ്യമന്ത്രിയൊന്നും വർഗീയതയായിട്ട് കൂട്ടുന്നില്ല എന്നുള്ളതാ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അപകടം.
ലീഗ് എന്ത് ചെയ്താലും അത് വർഗീയത എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കിട്ടൂല. പക്ഷെ മാന്യമായിട്ട് SNDP നേതാവ് ഈ പ്രതിഷേധത്തിൽ വളരെ മാന്യമായിട്ട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ വർഗീയതയെ പുറപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ലീഗിനെതിരെ നടപടി എടുക്കുന്നില്ല? വ്യക്തമായിട്ട് ചോദിക്കുക. ഇവിടെ നമ്മുടെ കേരളത്തിൽ സമാധാനം വരണമെങ്കിൽ ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇവിടെ BJP ലീഡേഴ്സ് മാത്രമേ ഈ മുസ്ലിം ലീഗിന്റെ നെറുകേടിനെതിരെ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോഴും CPM ലീഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ലീഗിനെ എന്തിനാണ് തിരിച്ചു പറയുന്നത്, അവർക്കെതിരെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നൊക്കെയാണ് CPM ലീഡേഴ്സ് പറയുന്നത്. ഈ CPM ലീഡേഴ്സിനെ CPM പ്രവർത്തകർ തന്നെ തള്ളിക്കളലൊക്കെ തുടങ്ങി. നിലവിൽ BJP നേതാക്കന്മാർ മാത്രമാണ് രംഗത്തെത്തിയിട്ട് കേരള പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട്, കേരളത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ലീഗ് ചെയ്തത് നെറുകേട് ഏതൊരാളും ലളിതമായിട്ട് ചിന്തിച്ചു. UDF അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് ഏതെങ്കിലും SNDPയുടെ പ്രതിഷേധമോ എന്തെങ്കിലും നടന്നോ? ഒരു സ്ഥലത്തും ഒന്നും നടന്നിട്ടില്ല. SNDPയുടെ പ്രധാനപ്പെട്ട ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്കെതിരെ തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയത് മുസ്ലിം ലീഗല്ലേ? തെരുവിലിട്ട് കോലം കത്തിച്ചത് ലീഗല്ലേ? എന്തുകൊണ്ടാണ്? എന്നിട്ട് ഈ സമയത്തും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ. ഞാൻ എടുത്തു പറയാ, ഈ ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ജനമെടുത്ത് ആറ്റിലറിയും. ഭരണമോ പോയി, ഇനി പ്രതിപക്ഷമോ പോകുന്ന കോല. കാരണം മുസ്ലിം ലീഗ് ചെയ്യുന്ന നെറുകേടിനെതിരെ, ഭരണപക്ഷം ചെയ്യുന്ന നെറുകേടിനെതിരെ ഇടതുപക്ഷം രംഗത്തിറങ്ങണം. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് 3 MLA മാത്രമുള്ള BJP ഈ രംഗത്ത് വരിക, ലീഗിന്റെ നെറുകേടിനെതിരെ സംസാരിക്കുക. കോൺഗ്രസ്സുകാർക്ക് ലീഗിന്റെ നെറുകേടിനെതിരെ പറയാനാവൂല. ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞതിന് ലീഗ് പ്രവർത്തകർ മുതൽ ഭീഷണിപ്പെടുത്തി ഡയലോഗ് അടിക്കുക. കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ലീഗിനെതിരെ ഒരു അക്ഷരം എത്ര നെറുകേട് ലീഗ് ചെയ്താലും പറയാനാവൂല. കാരണം ലീഗിന്റെ അടിമകളാണ് കോൺഗ്രസ്, അതാ യാഥാർത്ഥ്യം. ഔദ്യോഗിക പ്രതിപക്ഷത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. CPM ഇനിയും തോൽവിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല, അറിയാൻ വയ്യാഞ്ഞോട്ട് ചോദിക്കുക. നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ലീഗ് മതേതരത്താണ് എന്ന് പറഞ്ഞാണോ നടക്കുന്നത്? എന്നാൽ ഈ പ്രതിപക്ഷമായിട്ടുള്ള LDFനെയും എടുത്ത് ജനമാറ്റിലറിയും BJPയെ ഈ സ്ഥാനത്തേക്കൊക്കെ തന്നെ എത്തിക്കും. കാരണം മറ്റൊന്നല്ല, നാടിന്റെ ഐക്യത്തിന് വേണ്ടി ഇപ്പൊ BJP ലീഡേഴ്സ് ലീഗിനെതിരെ സംസാരിക്കുന്നുള്ളൂ. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയും. ലീഗാണ് സകല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലിപ്പോ ഈ UDF അധികാരത്തിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ തെരുവിലിറങ്ങി പ്രതിഷേധവും കോലം കത്തിക്കലൊക്കെ നടത്തിയത് ലീഗാണ്. ലീഗിനെ അടക്കി നിർത്തിയേ പറ്റൂ. കോൺഗ്രസ് ലീഗിനെ അടക്കി നിർത്തിയിട്ടില്ലെങ്കിൽ വരുന്ന വലിയ രീതിയിൽ ഇവിടെ ഇതിനൊക്കെ എതിരെ, ലീഗിന്റെ വർഗീയതക്കെതിരെ സംസാരിക്കുന്ന BJP ആളുകൾ നെഞ്ചിലേറ്റു. അതാണ് ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട.